യോശുവയുടെ പുസ്തകം 13-ാം അധ്യായം. ദേശവിഭജനം. യോശുവ വൃദ്ധനായപ്പോൾ കർത്താവ് അവനോട് പറഞ്ഞു, നീ വൃദ്ധനായിരിക്കുന്നു, ഇനി വളരെയധികം സ്ഥലങ്ങൾ കൈവശപ്പെടുത്തുവാനുണ്ട്. അവശേഷിക്കുന്ന സ്ഥലം ഇതാണ്: ഫിലിസ്ത്യരുടെയും ഗഷൂര്യരുടെയും ദേശങ്ങളും കാനൂന്യക്കാർക്കുള്ളതെല്ലാം കരുതപ്പെടുന്നതും ഈജിപ്തിന് കിഴക്ക് ഷീഹോൻ മുതൽ വടക്ക് യെരുക്കാകിൻ്റെ അതിർത്തി വരെയും സ്ഥലങ്ങളും, ഫിലീഷ്യ രാജാക്കന്മാർ ഭരിക്കുന്ന ഗാസ, എഷ്ദോർ, അഷ്കലോൺ, ഗൗത്ത്, എക്രോൺ എന്നീ 5 പ്രദേശങ്ങളും, തെക്ക് ആവീൻ ദേശവും കാനാൻ ദേശവും, ദിനോന്യരുടെ മറ്റ് മൊറാരും അമോര്യരുടെ അതിർത്തിയായ അപ്പേവർ വരെയും, ഗാബാല്യരുടെ ദേശവും, ഹെർബോൺ മലയുടെ താഴെ ബാൽഗാദ് മുതൽ ഹമാത്തിലേക്കുള്ള പ്രവേശനം വരെയും, ലബനോനും മിസ്രേഹോലും ലബനോനും ഇടയ്ക്കുള്ള സിനോന്യരുടെ മലമ്പ്രദേശത്തും ഉൾപ്പെടുന്നു. ഇസ്രായേൽ ജനം മുന്നേറുന്നതനുസരിച്ച് ഞാൻ തന്നെ അവരെ അവിടെ നിന്ന് ഓടിക്കും. ഞാൻ നിന്നോട് കൽപ്പിച്ചതുപോലെ നീ ആ ദേശം ഇസ്രായേൽക്കാർക്ക് അവകാശമായി കൊടുക്കണം. ആ ദേശം 9 ഗോത്രക്കാർക്കും മനേസ്യയിലെ അർദ്ധഗോത്രത്തിനും അവകാശമായി വിഭജിച്ചു കൊടുക്കുക. യോർദാന് കിഴക്ക് റൂബൻ, ഗാദ് ഗോത്രങ്ങളും മനേസ്യയിലെ അർദ്ധഗോത്രങ്ങളും കർത്താവിൻ്റെ ദാസനായ മോശ നൽകിയ ശേഷം നേരത്തെ തന്നെ കൈവശമാക്കിയിരുന്നു. യോർദാൻ നദിയുടെ കിഴക്ക് ഭാഗത്തായിരുന്നു അത്. അർണോൻ താഴ്വരയുടെ മധ്യത്തിലുള്ള പട്ടണവും ആ താഴ്വരയുടെ അറ്റത്തുള്ള അർണോവേർ മുതൽ മെർദോ സമതലം വരെയുള്ള ദീനോൻ വരെയും, ഹെഷ്ടോൻ ഭരിച്ചിരുന്ന അമോര്യ രാജാവായ ഹീറോൻ്റെ പട്ടണങ്ങളും, അമോര്യരുടെ അതിർത്തി വരെയും, ഗിലായാദും ഷാറൂക്കും മക്കായും, ഹെർമോൺ മല വരെയും, സലേക്ക വരെയുള്ള ബാഷാനും, എദ്രേദിലും അസ്തോദിലും ഭരിച്ചിരുന്ന ബാഷാൻ രാജാവായ ഓഗിൻ്റെ ദേശവും ഉൾപ്പെട്ടതായിരുന്നു അത്. ഓഗ് മാത്രമേ റഫായി കുടുംബത്തിൽ അവകാശമായിരുന്നുള്ളൂ. അവരെ മോശ തോൽപ്പിച്ച് പുറത്താക്കി. എങ്കിലും ഇസ്രായേൽ ജനം ഗാഷൂര്യരെയും മക്കായെയും തുരത്തിയില്ല. അവർ ഇന്നും ഇസ്രായേൽക്കാരുടെ ഇടയിൽ വസിക്കുന്നു. ലേവിയുടെ ഗോത്രത്തിന് മോശ കൈവശമാക്കിയതൊന്നും നൽകിയില്ല. അവൻ അവരോട് പറഞ്ഞതുപോലെ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിന് അർപ്പിക്കുന്ന ദഹനബലികളാണ് അവരുടെ അവകാശം. റൂബൻ്റെ ഓഹരി. റൂബൻ്റെ ഗോത്രത്തിനും കുടുംബത്തിനും അനുസരിച്ച് മോശ അവകാശം കൊടുത്തു. മെദേബായിലേക്ക് ചേർന്ന് കിടക്കുന്ന സമതലങ്ങളും ആർണോൺ താഴ്വരയുടെ മധ്യത്തിലുള്ള പട്ടണവും ആ താഴ്വരയിലുള്ള അറ്റത്തുള്ള അരോവേറും ഉൾപ്പെട്ടതാണ് അവരുടെ ദേശം. ഹെഷ്ബോനും സമതലവും അതിലുള്ള പട്ടണങ്ങളും, ദിനോനും ബാമോദാനും ബെദ്മോനും യാഹാനുസും കെദേശും മേഫേസും കിരിയാമും സിബിയാമും പ്രദേശത്തുള്ള ചെറുകുന്നിലുള്ള സാൽബേഷാരും ബെത്സയൂറും പീഗാ ചരിവുകളും, ബെസ്സേനും, ഹെർഷോൺ ഭരിച്ചിരുന്ന അമോര്യ രാജാവായ സിഹോൻ്റെ രാജ്യം മുഴുവനും സമതലങ്ങളിലെ പട്ടണങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. അവൻ്റെ മെതിയായിലെ നേതാക്കന്മാരായ ഏവീം, റെഖീം, സൂർ, ഹുഷ, കൂറ്, റേബ എന്നിവരെ മോശ തോൽപ്പിച്ച് സിഹോൻ്റെ പ്രഭുക്കന്മാരായ ഇവരുടെ വസിച്ചിരുന്നു. ഇസ്രായേൽ ജനം വാൾനിരയാക്കിയവരുടെ കൂട്ടത്തിൽ ബയോദാറിൻ്റെ മകനും മന്ത്രവാദിയുടെ ആയ ബേലാദും ഉണ്ടായിരുന്നു. ജോർദാൻ തീരം ആയിരുന്നു റൂബൻ ഗോത്രത്തിൻ്റെ അതിർത്തി. അവർക്കും കുടുംബത്തിനനുസരിച്ച് അവകാശമായി ലഭിച്ച പട്ടണങ്ങളും ഗ്രാമങ്ങളുമാണിത്. ഗാദിൻ്റെ ഓഹരി. ഗാദ് ഗോത്രത്തിനും കുടുംബ ക്രമമനുസരിച്ച് മോശ അവകാശം നൽകി. അവരുടെ ദേശങ്ങൾ യസാർ, ഹിലായിലെ പട്ടണങ്ങൾ, റബ്ബായിലെ കിഴക്ക്, അമേര്യരുടേത് ആമ്നോരുടെ ദേശത്തിൻ്റെ പകുതി, ഹെഷ്ബ്രോൺ മുതൽ റാബാൻ വരെയും ബത്തോനി വരെയും
മഹാനീം മുതൽ റാബിൻ്റെ പ്രദേശം വരെയും താഴ്വരയിലെ ബഹ്റാം, ബെത്സേ, സുനോക്ക്, സാഗോൻ, ഹെഷിബോൻ രാജാവായ സ്പോണിൻ്റെ രാജ്യമായ ബാക്കി ഭാഗം എന്നിവയാണ്. കിന്നറോത്ത് കടലിൻ്റെ താഴത്തെ അറ്റം വരെ യോർദാൻ്റെ കിഴക്കേ തീരമാണ് അതിൻ്റെ അതിർത്തി. ഗാദ് ഗോത്രത്തിൻ്റെ കുടുംബവും അനുസരിച്ച് അവകാശമായി കിട്ടിയ പട്ടണവും ഗ്രാമവുമാകാം. മനേസയുടെ ഓഹരി. മനാസയുടെ അർദ്ധഗോത്രത്തിൽ മോശ കുടുംബക്രമം അനുസരിച്ച് അവകാശം നൽകി. അവരുടെ ദേശം മഹനോയിൻ, ബാഷാൻ മുതൽ ബാഷി രാജാവായ ഓഗിൻ്റെ രാജ്യം മുഴുവനും, ബാഷാവിൻ്റെ ജെയിറിലെ എല്ലാ പട്ടണങ്ങളും, 60 പട്ടണങ്ങളും, ഗിലിയാൻ്റെ പകുതിയും, അഷാരോത്ത്, എദ്രെ എന്നീ അബാൻ്റെ ഓഹരിയും രാജ്യത്തെ ഉള്ള പട്ടണങ്ങൾ ഉൾപ്പെടുന്നു. അവയുടെ മകനായ മക്കീവറിൻ്റെ സന്തതിയിൽ പകുതി പേർക്ക് കുടുംബക്രമം അനുസരിച്ച് ലഭിച്ചവയാണിവ. ജെറീക്കോയുടെ കിഴക്ക്, ജോർദാൻ അക്കരെ, മോവാബ് സമത്തിൽ വെച്ച് മോശ അവകാശമായി ഉപയോഗിച്ചു കൊടുത്തവയാണിവ. എന്നാൽ ലേവിയുടെ ഗോത്രത്തിന് മോശ അവകാശമൊന്നും നൽകിയില്ല. അവൻ അവരോട് പറഞ്ഞതുപോലെ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് തന്നെയാണ് അവരുടെ അവകാശം. ദൈവമാണ് ഈ വീഡിയോയിലുള്ളത്. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടാകും.